ദൃഷ്ടിഗോചര വാചക കസർത്തുകൾ നടത്തുകയും പിന്നീട് അവ ക്ലിപ്പ് ചെയ്ത് CD പുറത്തിറക്കി ദാറുസ്സലാം എന്ന മഹിതമായ സ്ഥാപനത്തെയും അതിലെ അധ്യാപകരെയും അതിൽ നിന്ന് പുറത്തിറങ്ങിയ വിദ്യാർത്ഥികളെയും അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളെയും ഒക്കെ അപമാനിക്കുന്ന തരത്തിൽ പ്രചണ്ഡമായ പ്രചാരണങ്ങൾ നടത്തുകയും ചെയ്യുന്ന പ്രത്യേകമായ പരിതസ്ഥിതിയിലാണ് ദാരിമികൾ മാത്രം ഒത്തുചേർന്ന് ചോദിക്കുന്നവർ ചോദിക്കൂ, നിങ്ങളുടെ ചോദ്യവും ഞങ്ങളുടെ ഉത്തരവും നാട്ടുകാരെ കണ്ട് വിലയിരുത്തട്ടെ എന്ന വെല്ലുവിളിയുമായി ദാരിമികൾ മാത്രം ഒത്തുചേർന്ന് ഇങ്ങനെ ഒരു മുഖാമുഖം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹുവിന്റെ പൊരുത്തവും അവന്റെ ദീനിന്റെ പ്രബോധനവും പ്രചരണവും മാത്രം ലക്ഷ്യമാക്കിയിട്ടുള്ള ഈ സൽക്കർമ്മത്തെ അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. ലോകത്ത് വിഭിന്നങ്ങളായ പ്രസ്ഥാനങ്ങൾ മതത്തിൽ നിന്ന് ഭിന്നിച്ച് ഉണ്ടാവാറുണ്ട്. ലോകത്തിന്റെ ചരിത്രവും മനുഷ്യന്റെ ചരിത്രവും അങ്ങനെ തന്നെയാണ്. മനുഷ്യപിതാവായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമിയിലേക്ക് വന്ന് പിന്നീട് അദ്ദേഹത്തിന് സന്താനങ്ങളുണ്ടായി, സന്താനങ്ങളിൽ വർധനവുണ്ടായി. പിന്നീട് പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിക്കാൻ തുടങ്ങി. പക്ഷേ ഭൂമിയിലേക്ക് മനുഷ്യന്റെ പ്രതിനിധാനം സംഭവിച്ച നാൾ തന്നെ കടന്നു വന്ന ഇബ്ലീസ് അൽ-ലഈൻ എന്ന് പറയുന്ന ഭൂതവർഗത്തിൽപ്പെട്ട ഇബ്ലീസ് മനുഷ്യനെ കുഴപ്പത്തിലാക്കുകയും വിശ്വാസപരമായി വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്ന 2 സംഘങ്ങളിൽ ഒരു സംഘത്തിലേക്ക് മനുഷ്യനെ ഉൾച്ചേർക്കാൻ ശ്രമിക്കുകയും നടത്തുകയുണ്ടായി. നമുക്കറിയാം, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലം മുതലാണ് വളരെ പ്രധാനത്തോടെയുള്ള വലിയ വിഭാഗീയതകൾ ലോകത്ത് തന്നെ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ആദ്യ സന്താനങ്ങൾ ഉണ്ടായ കാലഘട്ടത്തിൽ തന്നെ പിശാച് അവന്റെ ദുർബോധനങ്ങൾ നടത്തുകയും പ്രവാചകനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സ്വർഗത്തിൽ വെച്ച് പിഴപ്പിക്കാൻ സാധിച്ചതുപോലെ ഭൂമിയിൽ വെച്ച് പോലും അദ്ദേഹത്തിന് സന്താനമുണ്ടാകാത്ത ഒരു ഘട്ടത്തിൽ പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകി അദ്ദേഹത്തിന് സന്താനമുണ്ടാവുകയൊക്കെ ചെയ്ത സംഭവങ്ങൾ ചരിത്രത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. പൈശാചികമായ ദുർബോധനത്തിന് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പുത്രന്മാരിൽ ഖാബീൽ എന്ന പുത്രൻ ഉൾപ്പെടുകയും അവിടെ നിന്ന് വിഭാഗീയത ഉണ്ടാകുകയും വിഭാഗീയത വർദ്ധിതമാകുമ്പോൾ വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്ന പിശാചിന്റെ സംഘം ഹിസ്ബുൽ ശൈത്താൻ എന്ന് വിശദീകരിക്കുന്ന സംഘത്തിൽ ആളുകൾ വർദ്ധിതമാകുമ്പോൾ അള്ളാഹു പിന്നീട് മറ്റൊരു പ്രവാചകനെ പറഞ്ഞയക്കുന്നു. അങ്ങനെ ആ പ്രവാചകന്റെ നിർദ്ദേശങ്ങളും പ്രവാചകന്റെ നിയമവ്യവസ്ഥയും അനുസരിച്ച് ആളുകൾ പ്രവർത്തിക്കുകയും ആ സംഘത്തിൽ ആളുകൾ വർദ്ധിതമാവുകയും ചെയ്യുമ്പോൾ വീണ്ടും പൈശാചിക ദുർബോധനത്തിന് ആളുകൾ കൂടുതലായി അടിപ്പെടുന്നു. വീണ്ടും പ്രവാചകന്മാരെ പറഞ്ഞയക്കുന്നു. വേദങ്ങളും ഖുർആനും ഒക്കെ പറഞ്ഞ സംഭവാമി യുഗേ യുഗേ എന്ന് പറഞ്ഞ ഒരു രീതിശാസ്ത്രമാണ് ലോകത്ത് ഇന്ന് വരെ നടന്നു വന്നിട്ടുള്ളത്. എന്നാൽ അവസാന പ്രവാചകനായ മുസ്തഫ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ പ്രവാചകത്വത്തിന്റെ പരിസമാപ്തി അള്ളാഹു കുറിച്ചപ്പോൾ പിന്നീട് പൈശാചിക ദുർബോധനത്തെ തടുക്കാൻ പ്രവാചകന്മാർ വരില്ല എന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ പ്രവാചകന്മാരുടെ ദൗത്യം നിർവഹണത്തിന് വേണ്ടി പ്രവാചകന്മാരുടെ അനന്തിരവന്മാർ എന്ന പേരിൽ പണ്ഡിതന്മാർ തന്നെ ബനി ഇസ്രായേലിലെ പ്രവാചകന്മാരുടെ അതേ സ്ഥാനം നൽകിക്കൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലെ ഉമ്മത്തിലെ പണ്ഡിതന്മാരെ അള്ളാഹു നിയോഗിക്കുകയുമായിരുന്നു. പ്രവാചകരുടെ കാലശേഷം പ്രവാചകരുടെ കാലത്ത് തന്നെ ഒരർത്ഥത്തിൽ വിഭാഗീയ ചിന്തകൾ ഇസ്ലാമിൽ ഉണ്ടായിട്ടുണ്ട്. നിഫാഖിന്റെ തരത്തിൽ, കപടവിശ്വാസത്തിന്റെ തരത്തിൽ, കള്ളപ്രവാചകന്മാരുടെ രൂപത്തിലൊക്കെ പ്രവാചകരുടെ കാലത്ത് തന്നെ വിഭാഗീയതകൾ ഉണ്ടായിട്ടുണ്ട്. അതിലൊക്കെ ആവശ്യമുണ്ട്. പ്രവാചകരചിതകരമായ കാലഘട്ടത്തിൽ തന്നെ വിഭാഗീയ ചിന്തകളിൽ ആളുകൾ ഉൾച്ചേർന്നിട്ടുണ്ട്. പിന്നീട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന അൽ അത്ഖ എന്ന വിശുദ്ധ ഖുർആനിനാൽ വിശേഷിതനായ പ്രവാചകർ കഴിഞ്ഞാൽ ഏറ്റവും വലിയ തഖ്വയുള്ള മനുഷ്യൻ എന്ന് ഖുർആനിനാൽ വസയുജന്നബുഹൽ അത്ഖ അല്ലദീ യുഅ്തി മാലഹു യതസക്ക എന്ന് വിശുദ്ധ ഖുർആനിനാൽ പ്രശംസനീയനായ അബൂബക്കറിന്റെ കാലത്ത് പോലും വിഭാഗീയ ചിന്തകളിൽ ആളുകൾ ഉണ്ടായിട്ടുണ്ട്. വിഭാഗീയ ചിന്തകൾക്കെതിരെ ഉമർ റളിയല്ലാഹു അൻഹുവിനും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനും
അതുപോലെ അലി ഇബ്നു അബി ത്വാലിബ് അടക്കമുള്ള ഖിലാഫത്തുർ റാഷിദയുടെ മഹത്തായ ഖുലഫാ ഉമർക്ക് സംഘടനകൾ പോലും നടത്തേണ്ടി വന്നിട്ടുണ്ട്. പിന്നീട് ആ വിഭാഗീയതകൾ വർദ്ധിതമാവുകയും പല നാടുകളിലേക്കും അത് വ്യാപിക്കുകയും ഇസ്ലാം കടന്നു ചെന്ന് എത്തുന്ന സ്ഥലങ്ങളിലൊക്കെ അത്തരം വിഭാഗീയതകൾ വിഭിന്നങ്ങളായ രൂപങ്ങളിൽ കടന്നു ചെല്ലുകയും അങ്ങനെ ആളുകളിൽ വിശ്വാസ ശോഷണവും മൂല്യശോഷണവും വിശ്വാസപരമായി സംഭവിക്കുകയും ചെയ്തത് ലോകത്തിന്റെ തന്നെ ചരിത്രമാണ്. പക്ഷേ അന്നൊക്കെ വിശ്വാസത്തെ കാത്തു സൂക്ഷിച്ചത്, വിശ്വാസത്തിന് കേടുപാടുകൾ സംഭവിക്കാതെ കാത്തു സൂക്ഷിച്ചത് ഈ ഉമ്മത്തിലെ പണ്ഡിതന്മാരായിരുന്നു. പ്രത്യേകിച്ച് മലയാളക്കരയെക്കുറിച്ച് വിലയിരുത്തുമ്പോൾ നമുക്കറിയാം, പ്രവാചകരുടെ കാലത്ത് തന്നെ ഇസ്ലാമിന്റെ സന്ദേശം എത്തുകയും അന്നു മുതൽ തന്നെ ഒരു നല്ല രീതിയിലുള്ള ഇസ്ലാമിക പ്രബോധനം നടക്കുകയും ആളുകൾക്കിടയിൽ വിഭാഗീയതകളില്ലാത്ത പല നാടുകളിലും ഇസ്ലാമിന്റെ ഉത്ഭവസ്ഥലമായ മക്കയിൽ പോലും വിഭാഗീയതകൾ ഉണ്ടാകുമ്പോൾ മലയാളക്കരയിൽ വിഭാഗീയതകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. മക്കയിൽ പോലും ഖാരിജ്, അതുപോലെ തന്നെ ഷിഅത്ത് അലി എന്ന പേരിലൊക്കെ വിഭാഗീയ സംഘടനകൾ ഉണ്ടായപ്പോ മലയാളക്കരയിൽ ഒരൊറ്റ ഷിഅയും ഉണ്ടായിട്ടില്ല, ഒരൊറ്റ ഖാരിജിയും ഉണ്ടായിട്ടില്ല, ഒരൊറ്റ മുഅ്തസിലിയും ഉണ്ടായിട്ടില്ല, ഒരൊറ്റ ജഹ്മിയും ഉണ്ടായിട്ടില്ല, ആരുമേ ഉണ്ടായിട്ടില്ല. അത്തരത്തിൽ മലയാളക്കരയിലെ മുസ്ലിങ്ങളെ അള്ളാഹുവിന്റെ പ്രത്യേക അനുഗ്രഹം ലഭിച്ച മഹത്തുക്കളായ അള്ളാഹുവിന്റെ ഔലിയാക്കളും പണ്ഡിതന്മാരും കാത്തു സംരക്ഷിച്ചു പോന്നു. 1920കളിൽ വിദേശത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്യപ്പെട്ട പ്രസിദ്ധീകരണങ്ങളിൽ ആകൃഷ്ടരായ ചില പണ്ഡിതന്മാർ അവർ മുസ്ലിങ്ങൾക്കിടയിലേക്ക്, മുസ്ലിങ്ങളിലെ പല പണ്ഡിതന്മാരും ജയിലിലകപ്പെട്ട സാഹചര്യമുണ്ടായപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള മലബാർ ലഹളയുടെ പശ്ചാത്തലത്തിലൊക്കെ ഒരുപാട് പണ്ഡിതന്മാർ ജയിലിൽ കിടക്കേണ്ട സാഹചര്യമുണ്ടായപ്പോൾ അന്ന് പണ്ഡിതന്മാരില്ലാത്ത വിശ്വാസികൾക്കിടയിലേക്ക് വിഭാഗീയത ചിന്തകൾ സന്നിവേശിപ്പിക്കുകയും അങ്ങനെ വിശ്വാസികൾക്കിടയിൽ വിഭാഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയായിരുന്നു അബ്ദുൽ വഹാബിന്റെ അദ്ദേഹത്തിന്റെ അനുയായികളുടെ പ്രസിദ്ധീകരണങ്ങളിൽ ആകൃഷ്ടരായ മലയാളത്തിലെ പണ്ഡിതന്മാർ. പിന്നീട് ജയിലിന് പുറമേയുള്ള വളരെ പരിമിതമായ പണ്ഡിതന്മാർ ഒത്തുചേർന്ന് ഇവരെ പ്രതിരോധിക്കേണ്ടത് ആവശ്യമാണ് എന്ന മനസ്സിലാക്കലിന്റെ വിചാരപ്പെടലിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ സംഘടനാ സംവിധാനം ഉണ്ടാവുകയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാവുകയും അതിന്റെ പ്രവർത്തനം സാഗൂതം മുന്നോട്ട് പോവുകയും ചെയ്തു. പക്ഷേ പിശാചിനും ഇബാദു സ്വാലിഹീനല്ലാത്ത ആളുകളെ പിഴപ്പിക്കാൻ സാധിക്കുമെന്നതിനാൽ ഒരുപാട് ആളുകൾ അത്തരം പ്രസ്ഥാനങ്ങളിൽ ഉണ്ടായി. പക്ഷേ ലോകത്ത് ഏത് വിഭാഗീയ സംഘടനകളുടെയും ഹിസ്ബുൽ ശൈത്താന്റെയും അടിസ്ഥാനപരമായ സിദ്ധാന്തം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അൻസല മിനസ് സമാഇ മാഅൻ ഫസാലത് ഔദിയത്തുൻ ബിഖദരിഹാ ഫഹ്തമലത് സൈലു സബദർ റാബിയ വമിമ്മാ യുഖദൂന അലൈഹി ഫിന്നാർ ഇബ്തിഗാഅ ഹിലിയത്തിൻ ഔ മതാഇൻ സബദു മിസ്ലു കദാലിക യദ്രിബുല്ലാഹുൽ ഹഖ്ഖ വൽ ബാതിൽ. സൂറത്തുർ റാദിൽ അല്ലാഹു വിശദീകരിക്കുകയാണ് എങ്ങനെയാണ് ലോകത്ത് നന്മ ശേഷിക്കുകയും തിന്മ നാമാവശേഷമാവുകയും ചെയ്യുന്നത്. അതിന്റെ പ്രതിഭാസത്തെ സൂറത്തുർ റാദ് മനോഹരമായ ഒരു ഉദാഹരണത്തിലൂടെ വരച്ചു കാട്ടിത്തരുന്നുണ്ട്. അല്ലാഹു വാനത്ത് നിന്ന് മഴ ഇറക്കുന്നു. അൻസല മിനസ് സമാഇ മാഅ, ആകാശത്ത് നിന്ന് അല്ലാഹു മഴ ഇറക്കുന്നു. മഴ ഇറക്കുമ്പോൾ താഴ്വാരങ്ങളിലൂടെ വെള്ളം ഒഴുകിപ്പോകുന്നത് നമ്മൾ കാണാൻ സാധിക്കുന്നു. വെള്ളം ഒഴുകിപ്പോകുമ്പോൾ ശക്തമായ വെള്ളത്തിന്റെ ഒഴുക്കിന്റെ മീതെ ചില മുകുളങ്ങൾ, പതകൾ, നുരകൾ കാണാൻ സാധിക്കും. ഫഹ്തമലത് സൈലു സബദർ റാബിയ, പദയെക്കുറിച്ചാണ് ഖുർആൻ ഇവിടെ സിദ്ധാന്തിക്കുന്നത്. പദ, നുര എന്നൊക്കെ നമുക്ക് മലയാളത്തിലേക്ക് ഭാഷാന്തരം ചെയ്യാം. ഫഹ്തമലത് സൈലു സബദർ റാബിയ. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഞാൻ വാനത്തിൽ നിന്ന് ഇറക്കുന്ന മഴയിൽ മാത്രമല്ല, അവയിലൂടെ ഒഴുകുന്ന വെള്ളത്തിന്റെ മുകളിൽ മാത്രമല്ല ഈ പദ കാണപ്പെടുന്നത്. നിങ്ങൾ വമിമ്മാ യുഖിദൂന അലൈഹി ഫിന്നാരി ഇബ്തിഗാഅ ഹിലിയത്തിൻ ഔ മതാഇൻ സബദു മിസ്ലു, നിങ്ങൾ കത്തിക്കുന്ന, നിങ്ങൾ ലോഹങ്ങൾ ഉരുക്കാൻ വേണ്ടി തീയിൽ ലോഹങ്ങൾ വെക്കുമ്പോൾ ആ ലോഹങ്ങൾ ഉരുകി വരുന്ന സമയത്ത് പ്രത്യേക തരത്തിലുള്ള നുരകളും പടകളും നിങ്ങൾ കാണാറുണ്ട്. എന്നിട്ട് അല്ലാഹു അവിടെ ഒരു വചനം പറയും, കദാലിക യദ്രിബുല്ലാഹുൽ ഹഖ്ഖ വൽ ബാതിൽ, അല്ലാഹു സത്യത്തിനും അസത്യത്തിനും ഉദാഹരണം നൽകുന്നത് ഇങ്ങനെയാണ് എന്ന്. വളരെ വിചാരപ്പെടേണ്ട, മുഫസ്സിറുകൾ എത്രയോ പേജുകൾ ചെലവിട്ട വളരെ മഹത്തായ ഒരു വചനമാണ് സൂറത്തുർ റാദിലെ ഈ വചനം. കദാലിക യദ്രിബുല്ലാഹുൽ ഹഖ്ഖ വൽ ബാതിൽ, സത്യത്തിനും അസത്യത്തിനും അല്ലാഹു ഉദാഹരണം നിരത്തുന്നത് ഇങ്ങനെയാണ് എന്ന് അല്ലാഹു പറയുന്നു. സത്യത്തെ അല്ലാഹു ഉദാഹരിച്ചത് നിങ്ങൾ ആഭരണമുണ്ടാക്കുന്ന, അതല്ലെങ്കിൽ ശക്തമായ ഒഴുക്ക് നടത്തുന്ന അല്ലാഹുവിന്റെ വനത്തിൽ നിന്നിറങ്ങിയ ജലത്തോടാണ്. എന്നാൽ അതിന്റെ മുകളിൽ എപ്പോഴും നാമാവശേഷമാവാൻ പോകുന്ന, എപ്പോഴും ചവറായി പോവാൻ സാധ്യതയുള്ള പതയോടാണ് ബാത്തിലിനെ അല്ലാഹു ഉപമിക്കുന്നത്. അല്ലാഹു പറയാണ് ശേഷം,
ഫഅമ്മ الزبد فيذهب جفاء فأما الزبد ആ പദ فيذهب جفاء അതങ്ങനെ തന്നെ ചവറായി വിനഷ്ടമാകുന്നു. വഅമ്മാ മാ യൻഫഉ الناس ജനങ്ങൾക്ക് പ്രയോജനമുള്ളത്, ജനങ്ങൾ ആഭരണം ഉണ്ടാക്കാനാണ് ഉദ്ദേശിച്ചതെങ്കിൽ ആ ആഭരണം വഅമ്മാ മാ യൻഫഉ الناس فيمكث في الأرض അത് ഭൂമിയിൽ തന്നെ ശാശ്വതമായി നിലനിൽക്കുന്നു എന്ന് അല്ലാഹു പറയും. കദാലിക യദ്രിബുല്ലാഹു അംസാൽ ഇങ്ങനെയൊക്കെയാണ് അല്ലാഹു ഉദാഹരണം നിരത്തുക എന്നും ആ വചനത്തിന്റെ അവസാനത്തിൽ അല്ലാഹു പറയും. വളരെ ചിന്തിക്കുകയും ലോകത്തുള്ള എന്റെ പ്രിയപ്പെട്ട ശബ്ദം ശ്രവിക്കുന്ന ഇതര പ്രസ്ഥാനത്തിന്റെ പ്രഭാഷകന്മാരുടെ വാചക കസർത്തുകളിൽ അകപ്പെട്ടുപോയി വഞ്ചിതരായി മസ്തിഷ്ക പ്രക്ഷാളനം സംഭവിച്ച് അകപ്പെട്ടുപോയ ആളുകളുണ്ടെങ്കിൽ അവർ വിചാരപ്പെടണം. ലോകത്ത് ഉണ്ടായ വ്യതിചലന ചിന്തകളുടെയൊക്കെ പരിണിതി ഭിന്നിച്ച് 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 സബദും റാബിയ പോലെ നാമാവശേഷമാകുന്നതായിരുന്നു. ലോകത്തുള്ള മുഴുവൻ സംഘടനകളും അങ്ങനെ നാമാവശേഷമായിട്ടുണ്ട്. ഖാരിജികൾ, ഖവാരിജ് എന്ന പ്രസ്ഥാനം അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തൊക്കെ അതിശക്തമായിരുന്നു, അവർക്ക് ശേഷവും ഉണ്ടായിരുന്നു. പക്ഷെ അവർ ക്രമേണ ഭിന്നിച്ച് ഭിന്നിച്ച് അവരുടെ വാദങ്ങളിൽ ചില മാറ്റത്തിരുത്തലുകൾ ഉണ്ടായി. ഇന്ന് ലോകത്ത് എവിടെയും ഖാരിജി, ഒരു ഖവാരിജിൽപ്പെട്ട ഒരു അംഗം പോലും ഇന്ന് ലോകത്തില്ല. ഇന്ന് 70-ലധികം വിഭാഗങ്ങളാണ്. ഷിഅത്തു അലി റളിയല്ലാഹു അൻഹുവിനാണ് പറഞ്ഞ് പേര് ദുരുപയോഗം ചെയ്തുണ്ടായ സലഫി പ്രസ്ഥാനം. സലഫി പ്രസ്ഥാനത്തിന്റെയും ലോകത്തെ വിഭിന്ന ഭാഗങ്ങളിലുള്ള അവസ്ഥ ഇത് തന്നെയാണ്. മലയാളക്കരയിലുള്ള അവസ്ഥ വിഷയാവതരണം എന്റെ ഉത്തരവാദിത്തമല്ലാത്തതുകൊണ്ട് ഞാൻ നീട്ടിപ്പരത്തി പറയുന്നില്ല. ജനങ്ങളൊക്കെ ഒന്ന് സദസ്സിലേക്ക് കയറിയിരിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു എന്ന് മാത്രം. അങ്ങനെ കേരളത്തിലെത്തിയ സലഫി പ്രസ്ഥാനം അവർ 1920-കളിൽ കേരളത്തിലെത്തിയെങ്കിൽ 1930-ൽ തന്നെ ഭിന്നത തുടങ്ങിയിരുന്നു. 1930-ൽ തന്നെ ജമാഅത്തെ ഇസ്ലാമി ഉണ്ടായിരുന്നു. പിന്നീട് 1950 ആകുമ്പോഴേക്ക് ഖാദിയാനികൾ പിറന്നിരുന്നു. എല്ലാം അടിസ്ഥാനപരമായി ഉണ്ടായത് സലഫികൾ അതല്ലെങ്കിൽ അബ്ദുൽ വഹാബിന്റെ ആശയക്കാർ തന്നെയായിരുന്നു. അബ്ദുൽ വഹാബിന് മുമ്പും ഇത് ഇബ്നു തൈമിയ്യയുടെയൊക്കെ ആശയങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹം ഹംബലി മദ്ഹബ് ജീവിതാന്ത്യകാലം വരെ തുടർന്ന ആളായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ വാദങ്ങളിൽ നിന്ന് വികസിതമായ രൂപം വരുമ്പോഴേക്ക് ആളുകൾ പിന്നെയും ഭിന്നിക്കാൻ തുടങ്ങി. എന്നാൽ അടിസ്ഥാനപരമായ സുന്നത്ത് ജമാഅത്ത് ഉറച്ചു വരികയും ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന സത്യദീൻ അത് ഫയംകുസ്, അതിന് മുക്സ് ഉണ്ടാകും, അതിന് താമസമുണ്ടാകും, അതിന് സ്ഥായി ഭാവമുണ്ടാകും, അതിന് സ്റ്റാറ്റിക് സ്വഭാവമുണ്ടാകും എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ഹക്കും ബാത്തിലിന്റെയും അവസ്ഥ നമ്മൾ നേരിട്ട് കാണുകയാണ്. ഇവിടെ നിങ്ങൾ മുഖാമുഖം ശ്രമിച്ച വളരെ ചുരുങ്ങിയ പേർ മാത്രമേ ഇവിടെ ഉണ്ടാവുകയുള്ളൂ. സക്കരിയ സലാഹിയുടെ നേതൃത്വത്തിലുള്ള മുഖാമുഖം ശ്രമിച്ച ആളുകൾ. കാരണം ആ ഹാൾ സഹകരണ ഓഡിറ്റോറിയത്തിലെ ഹാൾ 100-ലധികം പേർക്ക് മാത്രം ഉൾക്കൊള്ളാവുന്ന ഒരു ഹാളാണ്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബാണ്, തിരുത്തിയിരിക്കുന്നു. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ആശയക്കാർ ലോകത്ത് എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ ഭിന്നിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇവിടെ ഓഡിറ്റോറിയത്തിൽ മുഖാമുഖം നടത്തിയ ആളുകളുടെ അവസാനത്തെ ചില ഭാഗങ്ങൾ മുഖാമുഖത്തിന്റെ കാസറ്റ് എല്ലാവരും കേൾക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ആ കാസറ്റിന്റെ അവസാന ഭാഗം കണ്ടാൽ തന്നെ എന്താണ് മുഖാമുഖ നാടകം കൊണ്ട് ഇവർ ലക്ഷ്യമാക്കിയതെന്ന് നമുക്കറിയാം. അതിൽ തന്നെ അവർ പറയുന്നത് നന്ദിയിലെ പള്ളി 2-3 പേരുടെ കോക്കസിന്റെ കയ്യിലാണ് എന്നാണ് പറയുന്നത്. ദാറുസ്സലാമിൽ വിദ്യാഭ്യസിച്ച നമ്മപ്പോലുള്ള ആളുകൾ, ദാറുസ്സലാമിനെ പരിചയമുള്ള ആളുകൾക്കറിയാം എത്രയോ കാലമായി ഇവിടുത്തെ ഉസ്താദുമാർ പറയുന്ന ആശയം ഒന്നാണ്. ഇവിടുത്തെ ഉസ്താദുമാർ ഈ മലയാളക്കരയോട്, ഈ നാട്ടുകാരോട് ഇതുവരെ പറഞ്ഞ ആശയം ഒന്ന് തന്നെയാണ്. എന്നാൽ ഇവിടെ സംവാദം നടത്തി ദാരിമികൾക്ക് കിതാബ് തിരിയില്ലെന്നും ദാരിമികൾക്ക് ഞങ്ങളോട് ചോദിക്കാൻ മുട്ടുകിടക്കുകയാണെന്നും ആരോപണം നടത്തുന്ന ആളുകൾ മനസ്സിലാക്കണം, നിങ്ങൾ എത്ര പ്രാവശ്യമാണ് നിങ്ങളുടെ തൗഹീദിനെ കുറിച്ച് തിരുത്തലുകൾ ഉണ്ടായത് എന്ന്. റഷീദുരുടെയും മുഹമ്മദ് അബ്ദുവും ഒക്കെ എഴുതി വെച്ച തഫ്സീറുൽ മനാറിൽ ജിൻ എന്ന് പറഞ്ഞാൽ മൈക്രോബാണ്, അതല്ലെങ്കിൽ ഷൈത്താൻ എന്ന് പറഞ്ഞാൽ രോഗാണുവാണ് എന്നെഴുതിയ വാദങ്ങൾ, ആ വാദങ്ങളും പോരി നടന്നിരുന്ന ആളുകൾ എത്ര വലിയ പരിധിയിലാണ് എത്തിച്ചേർന്നത് എന്ന് അവർ സ്വയം വിചാരപ്പെടുകയും സബദുൽ റാബിയായി അവർ മാറിത്തീർന്നതിനെ കുറിച്ച് സ്വയം ചിന്തിക്കുകയും ചെയ്യേണ്ട ഘട്ടത്തിലാണ്. അത് സമൂഹത്തോട് വിളിച്ചു പറയുക. ബഹുമാനനായ ഉസ്താദ് നമ്മുടെ വേദിയിലെത്തിയിട്ടുണ്ട്.
അത് സമൂഹത്തോട് വിളിച്ചു പറയുക എന്ന ലക്ഷ്യത്തിലാണ് ഞങ്ങൾ ധാരിമികൾ മാത്രം ചേർന്ന് ഇന്നിവിടെ മുഖാമുഖം സംഘടിപ്പിക്കുന്നത്. വളരെ സാധാരണക്കാരായ നാട്ടുകാരെ ഞങ്ങൾ ഇത് ലക്ഷ്യമാക്കുന്നു. കാരണം ഞങ്ങൾ ഔദ്യോഗികമായി ഇവിടെയുള്ള യസമുകാർക്ക്, ഇവിടെയുള്ള സലാഹിയാക്കൾക്ക്, സക്കരിയാക്കൾക്ക് ഞങ്ങൾ കത്തുകൊടുത്തപ്പോ അവരുടെ പ്രതികരണം, ഔദ്യോഗിക വിഭാഗത്തിന് കത്തുകൊടുത്തപ്പോൾ അവരുടെ പ്രതികരണം, ഞങ്ങൾക്ക് നിങ്ങൾ മറുപടി പറയണ്ടല്ലോ, നിങ്ങൾ സക്കരിയ സലാഹിയുടെ ആളുകൾക്ക് മറുപടി പറഞ്ഞോ എന്നാണ്. ഇവിടെ നമ്മൾ കാണുന്നത് വിശുദ്ധ ഖുർആനിലെ ഈ ദബത്തിന്റെ പ്രതീകാത്മകമായ അവതരണമാണ് നന്ദിയിലെ പ്രവർത്തകരിൽ നിന്ന് പോലും നമുക്ക് അനുഭവവേദ്യമാവുന്നത്. അവിടെ സക്കരിയ സലാഹിയുടെ ആളുകളോട് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനമുണ്ട്, ചോദ്യം ചോദിക്കാനൊന്നും പോവേണ്ട എന്നാണ് അവരുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത്. ഞങ്ങൾ സാധാരണക്കാരായ സക്കരിയ സലാഹിയെ പോലുള്ള സമൂഹത്തെ വഞ്ചിച്ച് മാത്രം പരിചയമുള്ള, തൗഹീദ് ഇന്നലെ പറഞ്ഞ തൗഹീദ് ഇന്ന് മാറുന്ന, ഇന്ന് പറഞ്ഞത് നാളെ പറയുമോ എന്ന് ഉറപ്പില്ലാത്ത ആളുകൾ പറയുന്ന വാക്കുകളിൽ വഞ്ചിതരായ ആളുകൾ, പാവപ്പെട്ട ആളുകൾ ഈ നാട്ടിലുണ്ടെങ്കിൽ, നിങ്ങൾ പറയുന്ന കോക്കസിന്റെ ആളുകൾ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കടന്നു വരാം. ഇൻഷാ അല്ലാഹ് മഗ്‌രിബ് നിസ്കാരാനന്തരം ബഹുമാനനായ അലവി ഉസ്താദിന്റെ ക്ലിപ്പിംഗ് അവതരണത്തിനും MT ഉസ്താദിന്റെ വിഷയാവതരണത്തിന് ശേഷം വളരെ വിശാലമായ സമയം നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ തീർക്കാം. കാരണം ഇത് നമ്മുടെ ഈമാനിന്റെ കാര്യമാണ്, നിത്യജീവന്റെ വിഷയമാണ്. നാളെ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞിരുന്നു, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന മനുഷ്യപിതാവിനെ ഭൂമിയിലേക്ക് പറഞ്ഞയക്കുമ്പോൾ നിങ്ങൾ ഭൂമിയിൽ പോയി താമസിച്ചോളൂ, വലക്കും ഫിൽ അർദി മുസ്തഖറുൻ വമതാഉൻ, നിങ്ങൾക്ക് ഭൂമിയിൽ താമസിക്കാൻ പറ്റിയ ഇടമുണ്ട്, പക്ഷെ എല്ലാ കാലത്തും അവിടെ താമസിക്കാം എന്ന് നിങ്ങൾ കരുതണ്ട. ഇലാ ഹീൻ, ഒരു ഹീൻ വരുന്നത് വരെ, ഒരു നിശ്ചിത സമയം വരുന്നത് വരെ മാത്രമേ നിങ്ങൾക്ക് അവിടെ താമസിക്കാൻ സാധിക്കുകയുള്ളൂ. ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ വല്ലദീന കഫറൂ വകദ്ദബൂ ബിആയാതിനാ ഉലൈക അസ്ഹാബുൻ നാർ ഹും ഫീഹാ ഖാലിദൂൻ. ഭൂമിയിലേക്ക് പറഞ്ഞേക്കപ്പെടുന്ന വേളയിൽ നമ്മുടെ മനുഷ്യപിതാവ്, നമ്മുടെ പിതാവ്, നമ്മുടെ ഉപ്പാപ്പ കേട്ട ശബ്ദമാണത്. എന്റെ മാർഗത്തെ പിന്തുടരാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങൾ പുറന്തള്ളപ്പെടുന്ന സ്വർഗമെന്ന ഈ ഉദ്യാന നഗരിയിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു വരാൻ സാധിക്കും. അതല്ല, അതിൽ നിന്ന് മാർഗഭ്രംശമുണ്ടായിട്ടാണ് നിങ്ങൾ ഭൂമിയിൽ താമസിക്കുന്നതെങ്കിൽ നിങ്ങൾക്കിതല്ല ഭവനം. തറവാട്ടിൽ നിന്ന് പുറന്തള്ളപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകമായ ഒരു ഭവനത്തെ സംവിധാനിച്ചിട്ടുണ്ട്, അത് ജഹന്നമാണ്. അവരെ ശാശ്വതമായി താമസിക്കാൻ അവർക്ക് സാധിക്കുമെന്ന ഉത്തരവോടുകൂടിയാണ്. ആ ഉത്തരവും കേട്ട് ഭൂമിയിൽ കടന്നു വന്ന 300 വർഷക്കാലം കരഞ്ഞ പിതാവിന്റെ, ഭൂമിയിൽ വന്നുകൊണ്ട് കരഞ്ഞ ആദം എന്ന് പറയുന്ന 300 വർഷം കരഞ്ഞ ആദം എന്ന് പറയുന്ന മനുഷ്യപിതാവിന്റെ മക്കളാണ് നമ്മളെന്ന ബോധം നമ്മുടെ മനസ്സിലുണ്ടാവണം. ആ ബോധത്തോടുകൂടി ഈ സദസ്സിലേക്ക് കടന്നു വരികയും അവശേഷിക്കുന്ന സംശയങ്ങൾ നാമാവശേഷമായ മുജാഹിദുകളെ സംബന്ധിച്ച് അവരുടെ ആശയങ്ങളിൽ എന്തെങ്കിലും ഞങ്ങൾ പറയുന്ന പ്രസംഗത്തിൽ മനസ്സിലാവാത്ത പല കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് വളരെ ആത്മാർത്ഥതയോടെ വന്ന് ചോദിക്കാം. എത്ര സമയം വേണമെങ്കിലും ചോദിക്കാം. നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് ബഹുമാന്യരായ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ അതിന് യുക്തമായ മറുപടി ലഭിക്കും. മാത്രമല്ല, ഇന്ന് മുഖാമുഖം കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ഇവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരും വിദ്യാർത്ഥികളും ഒക്കെ തന്നെയാണ് ഇവിടെ കാണുന്നവർ. നിങ്ങൾക്ക് ബന്ധപ്പെടാം, ദാറുസ്സലാമിനെ ബന്ധപ്പെടാം. ഉചിതമായ ഈ സ്ഥാപനം ഇവിടെ ഉണ്ടാകുമ്പോൾ, ഈ സ്ഥാപനം ഇവിടെ ഉണ്ടായിരിക്കെ നമ്മൾ ഈ വിശ്വാസരാഹിത്യമുണ്ടായാൽ നമ്മൾ നാളെ ചോദ്യം ചെയ്യപ്പെടാതിരിക്കില്ല. മുസ്തഫ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടായ സൊസൈറ്റിയിൽ ഭിന്നത ഉണ്ടാക്കിയ ആളുകളെ പോലെ യഥാർത്ഥ പണ്ഡിതന്മാരുടെ നായകത്വത്തിൽ നടക്കുന്ന മഹത്തമായ ഒരു സ്ഥാപനവും അതിലെ വിദ്യാർത്ഥികളുമായി സംവദിക്കാനുള്ള അവസരവും യഥേഷ്ടമുണ്ടായ ഒരു നാട്ടുകാരെന്ന നിലയിൽ നന്ദിയിലും പരിസരത്തും താമസിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ ചോദ്യം കൂടുതൽ നേരിടേണ്ടി വരും. കാരണം ഇവിടെ ഉത്തരം ചെയ്യാൻ പണ്ഡിതന്മാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്. നിങ്ങൾക്ക് അവരുമായി സംവദിക്കാം. ഇന്നത്തെ മുഖാമുഖത്തിൽ നിങ്ങൾക്ക് വരാം. കൂടുതൽ സംശയമുണ്ടെങ്കിൽ നാളെയും മറ്റന്നാളും ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട്. നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത് നിങ്ങൾ ചോദിക്കാൻ അങ്ങോട്ട് വരാത്തത് കൊണ്ട് നിങ്ങൾ ദാറുസ്സലാമിലേക്ക് വന്നോളൂ. ക്ലാസ് ഇല്ലാത്ത സമയത്ത്, പീരീഡ് ഇല്ലാത്ത സമയത്ത്, ഞങ്ങൾ ഫ്രീ ഉള്ള സമയത്ത് യഥേഷ്ടം നിങ്ങൾക്ക് മറുപടി പറഞ്ഞു തരാം. ഇത് നാളെയുടെ കാര്യമാണെന്ന ബോധത്തോടെ, സ്വർഗപ്രവേശനത്തിന്റെ കാര്യമാണെന്ന ബോധത്തോടെ വാശികൾ മാറ്റിവെച്ച് നാമാവശേഷമാകുന്ന ഇന്നലെ പറഞ്ഞത് ഇന്ന് കേൾക്കാത്ത ഒരു പ്രസ്ഥാനത്തിൽ ഇനിയും ഞാൻ നിൽക്കണോ എന്ന വിചാരം മനസ്സിൽ വെച്ചുകൊണ്ട് അത്തരമൊരു നല്ല വിചാരപ്പെടലിന്റെ നല്ലൊരു തുടക്കമാവട്ടെ ഇന്നത്തെ ഈ സംവാദ വേദി എന്നാശംസിച്ചുകൊണ്ട് കർത്തവ്യത്തിലേക്ക് ഞാൻ കിടക്കുകയാണ്. യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനനായ ദാറുസ്സലാം ദഅവ കോളേജിന്റെ വൈസ് പ്രിൻസിപ്പൽ ബഹുമാനനായ അബ്ദുൽ വഹാബ് ഹിത്തമി ഉസ്താദ് അവർകളാണ്. ബഹുമാന്യരെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യോഗം ഉൾക്കൊള്ളിച്ച് സംസാരിക്കുന്നത് ബഹുമാനനായ സ്ഥാപനത്തിന്റെ കാര്യദർശി
AD അബ്ദുറഹ്മാൻ ഉസ്താദ് അവറുകളാണ്. അദ്ദേഹം ഇപ്പോൾ സ്ഥലത്തിലെ ഇൻഷാ അല്ലാഹ് മഗ്‌രിബ് നിസ്കാര അനന്തരം ഉദ്ഘാടന ചടങ്ങിന് അദ്ദേഹം എത്തും. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അദ്ദേഹത്തിന് സ്വാഗതം ആശംസിക്കുകയാണ്. ഇവിടെ പ്രഭാഷണം നടത്തുന്ന ക്ലിപ്പിംഗ് അവതരിപ്പിച്ച് സംസാരിക്കുന്ന ബഹുമാനനായ ലവിദാരിണി, വിഷയാവതരണം നടത്തുന്ന MP അബൂബക്കർ ദാരിണി, പിന്നീട് വീട്ടിലിരിക്കുന്ന മഹത്വനായ ഒരുപാട് പണ്ഡിതന്മാർ, ഇപ്പോൾ മഗ്‌രിബിന് മുമ്പേ വിഷയത്തെ അധികരിച്ചുകൊണ്ട് പ്രഭാഷണം നടത്തുന്ന സ്ഥാപനത്തിന്റെ അഭിമാനകരമായ ഉദ്ഘാടനം ആസിഫ് ദാരിമി പുളിക്കൽ അടക്കമുള്ള നേതാക്കൾ വേദിയിലുണ്ട്. എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് സദസ്സിലെത്തിച്ചേർന്ന മുത്താലിമുകൾ, പണ്ഡിതന്മാർ, നിങ്ങളുടെ ശബ്ദം ശ്രമിക്കാൻ, ഇവർ പറയുന്നതിൽ സത്യമുണ്ടോ എന്നൊക്കെ അന്വേഷിക്കാൻ കടന്നെത്തിയ ഇതര പ്രസ്ഥാനത്തിന്റെ ആളുകൾ എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ബഹുമാനനായ അധ്യക്ഷൻ അബ്ദുൽ വഹാബ് ഉസ്താദിനെ തലസ്ഥാനത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് വിരമിക്കുന്നു. വാഹിദ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.